ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും അല്ലേ. ചില ആൾക്കാർ ആദ്യം തൊട്ടേ നല്ല ചിട്ടയായ രീതിയിൽ പ്രിപ്പറേഷനൊക്കെ ആരംഭിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും. ചിലരാകട്ടെ പ്രിപ്പറേഷനൊക്കെ ആരംഭിച്ച് പകുതിക്ക് വെച്ചിട്ട് ആ പ്രിപ്പറേഷനൊക്കെ ഉപേക്ഷിച്ച് പോയ ആളുകളുണ്ടായിരിക്കും. ചിലർ എങ്ങും എത്താത്ത ആൾക്കാരുണ്ടായിരിക്കും. അതായത് പഠിച്ചൊക്കെ തുടങ്ങി ചില ദിവസം പഠിക്കും, ചില ദിവസം പഠിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ നമുക്കറിയാം ഇനി കുറച്ച് മാസങ്ങൾ മാത്രമാണ് ഡിഗ്രി പ്രിലിംസിന് നമ്മുടെ മുന്നിലായിട്ടുള്ളൂ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ എന്തെല്ലാം ശ്രദ്ധിച്ച് പഠിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ പറയാൻ പോകുന്നത്. നമുക്കറിയാം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന SBCID, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, അങ്ങനെ തുടങ്ങി നിരവധി എക്സാമുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പറഞ്ഞ പോലെ എല്ലാവരും അതിനുള്ള പ്രിപ്പറേഷനും ആരംഭിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനിയും പ്രിപ്പറേഷൻ ആരംഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അഥവാ പകുതിക്ക് വെച്ചിട്ട് പ്രിപ്പറേഷനൊക്കെ നിർത്തി ഇനി കുറച്ച് കഴിയട്ടെ, ഒരു എക്സാമൊക്കെ ആകാറാവുമ്പോൾ പഠിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനി സമയം വൈകിക്കാനില്ല. നമ്മുടെ മുന്നിൽ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടിയാണുള്ളൂ. ആ ദിവസങ്ങൾ നമ്മൾ ഏത് രീതിയിൽ കൃത്യമായ രീതിയിൽ വിനിയോഗിച്ചാൽ നമുക്ക് ഡിഗ്രി പ്രിലിംസ് കടക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ പഠിക്കാൻ നേരത്തെ മെയിൻസ് എക്സാം ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. ഡിഗ്രി പ്രിലിംസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും, പക്ഷെ പലരും വീണു പോകുന്നത് എവിടെയാണ്? മെയിൻസ് എക്സാമിനാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ടത് മെയിൻസ് എക്സാം ഫോക്കസ് ചെയ്ത് തന്നെയായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നോക്കാം നമ്മൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഡിഗ്രി പ്രിലിംസിലൊക്കെ വരുന്ന ഒരുപാട് ടോപ്പിക്കുകൾ മെയിൻസിലും വരുന്നുണ്ട്. അതാദ്യം ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെയും വെയിറ്റേജ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ് കേട്ടോ. അപ്പോൾ ഓർക്കുക, ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? വെയിറ്റേജ്. ഓരോ സബ്ജക്റ്റിൻ്റെയും വെയിറ്റേജ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ വെയിറ്റേജ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഏത് സബ്ജക്റ്റിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. എല്ലാ സബ്ജക്റ്റും പഠിക്കേണ്ടതാണ്, പക്ഷെ വെയിറ്റേജ് കൂടുതലുള്ളതിന് നമ്മൾ കുറച്ചും കൂടെ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. മറ്റൊന്നാണ് PYQs ചെയ്യുക എന്നുള്ളത്. അതായത് പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള ഡിഗ്രി പ്രിലിംസിൻ്റെ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ വെയിറ്റേജ് അധികമുള്ള ഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? ഹോട്ട് ടോപ്പിക്സ് മനസ്സിലാക്കാൻ ഈ PYQs നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് ഓരോ ഏരിയയിൽ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. അപ്പോൾ ആ ഹിസ്റ്ററിയുടെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് വന്നിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം യൂറോപ്യന്മാരുടെ ആഗമനം അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ആ ഏരിയയിൽ തന്നെ പോർച്ചുഗീസുകാരെ കുറിച്ച് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ തിരുവിതാംകൂർ രാജാക്കന്മാർ, അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെ രാജാക്കന്മാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഐക്യ കേരള പ്രസ്ഥാനം, അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഏരിയാസ് മനസ്സിലാക്കാൻ നമ്മൾക്ക് ഈ PYQs സഹായിക്കും. അതിലൂടെ നമുക്ക് എന്ത് കണ്ടെത്താം? ഹോട്ട് ടോപ്പിക്സ് മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കും കേട്ടോ. അത്തരത്തിൽ നമ്മൾ ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണ് ഓരോ ഏരിയയുടെയും എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. ഇനി നമുക്ക് അഥവാ അങ്ങനെയൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ചാനലിൽ പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് ഒക്കെ ഏതൊക്കെയാണെന്നുള്ളത് ചെയ്തിട്ടിട്ടുണ്ട്, ആ വീഡിയോസ് കാണുക കേട്ടോ. അങ്ങനെ ഹോട്ട് ടോപ്പിക്സ് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? അതൊക്കെ കൃത്യമായ രീതിയിൽ ചിട്ടയായ രീതിയിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. അതായത് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള സമയം നൽകി നമ്മൾ കൃത്യമായിട്ട്, അതായത് ഡെയിലി കൺസിസ്റ്റൻസി എന്നതാണ് പ്രധാനം എന്ന കാര്യം ഓർക്കുക. നമ്മൾ സ്ഥിരതയോടുകൂടി എന്നും എന്ത് ചെയ്യുക? പഠിക്കുക. ഓരോ സബ്ജക്റ്റിനും നമ്മൾ കൃത്യമായിട്ടുള്ള സമയം നൽകി തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഹോട്ട് ടോപ്പിക്സ് ഒക്കെ പഠിക്കുമ്പോൾ എപ്പോഴും SCERT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി തന്നെ പഠിക്കുക കേട്ടോ. പഴയ SCERT അതുപോലെ തന്നെ പുതിയ SCERT വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും നല്ല കൃത്യതയോടുകൂടി തന്നെ നമ്മുടെ പഠനത്തിന് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഈ ഓരോ ഏരിയയും വരുന്ന ചാപ്റ്റേഴ്സ് മനസ്സിലാക്കി തന്നെ നമ്മൾ പഠിക്കുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്തു നോക്കുക. നമ്മൾ കൃത്യമായ രീതിയിൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് എക്സാം ആയിട്ട് ഒരു ടച്ച് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ എക്സാം ചെയ്ത് തന്നെ ശീലിക്കുക. അതിന് നമ്മൾ ഈ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, അതിലൊക്കെ വരുന്ന
ക്വസ്റ്റ്യൻസ് എക്സാം പാറ്റേൺസ് ഒക്കെ നമുക്ക് ചെയ്തു വെക്കാവുന്നതാണ്. നമ്മൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മൾ മാക്സിമം ചെയ്തു നോക്കുക കേട്ടോ. അതുപോലെ തന്നെ സീരീസ് ടെസ്റ്റുകൾ ചെയ്യുക. അതായത് ഒരു ഭാഗം, അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനം പഠിച്ചു, ആ ഭാഗത്ത് നിന്ന് മാത്രമുള്ള ഒരു 10-50 ക്വസ്റ്റ്യൻസ് ഒക്കെ അടങ്ങുന്ന സീരീസ് ടെസ്റ്റുകളൊക്കെ ചെയ്തു നോക്കുക. നമ്മുടെ ആപ്പിലൊക്കെ അത് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ റിവിഷൻ നൽകുക. നമ്മൾ 6 ദിവസം പഠിക്കാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 7ാമത്തെ ദിവസം എന്തായാലും റിവിഷന് വേണ്ടി മാറ്റി വയ്ക്കുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ കൃത്യമായ ഇടവേളകളിൽ റിവിഷൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുറേ ഭാഗങ്ങൾ പഠിച്ച് പോയിട്ട് കാര്യമല്ല, കൃത്യമായ രീതിയിൽ തന്നെ നമ്മൾ റിവിഷനും സമയം മാറ്റി വയ്ക്കേണ്ടതുണ്ട് കേട്ടോ. അതുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക എന്നതും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന കാര്യം ഓർക്കുക. നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി തന്നെ പഠിച്ച് മുന്നോട്ട് വരിക. കാരണം നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം. നമ്മളെപ്പോഴും സ്മാർട്ട് വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. അതായത് കൃത്യമായിട്ട് വെയിറ്റേജ് ഒക്കെ മനസ്സിലാക്കി, ഹോട്ട് ടോപ്പിക്സ് ഒക്കെ മനസ്സിലാക്കി അതൊക്കെ കൃത്യമായിട്ട് പഠിക്കാനുള്ള സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് കണ്ടെത്തുക. നമ്മൾ ഡെയിലി പഠിക്കുക കേട്ടോ. നമ്മൾ എപ്പോഴും 2 ദിവസം പഠിക്കും, പിന്നെ 3ാമത്തെ ദിവസം നമ്മൾ പഠിക്കില്ല, അങ്ങനെ ആവരുത്. നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ റിവിഷനും സമയം കണ്ടെത്തുക. മാക്സിമം മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ എത്രയും ഊർജ്ജസ്വലതയോടുകൂടി തന്നെ എല്ലാവരും പഠിച്ചു തുടങ്ങുക. നമുക്ക് ഇനി നമ്മുടെ മുന്നിലുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് നമ്മൾ വിനിയോഗിച്ചാൽ തന്നെ നമുക്ക് ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൽ ന്യൂ ഇയറിനോടനുബന്ധിച്ച് 26% ഓഫ് എല്ലാ കോഴ്സുകൾക്കും അവൈലബിൾ ആണ് എന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ 1-ാം തീയതി വരെയാണ് ഈ ഓഫറുള്ളൂ എന്ന കാര്യവും ഓർക്കുക കേട്ടോ. അപ്പോൾ എത്രയും വേഗം തന്നെ കോഴ്സുകൾക്കൊക്കെ ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.